ഇക്ക ഇങ്ങോട്ട് വരുവാന്നെങ്കിലേ ഞാനാണെങ്കിലേ ആ ബെഡിൽ നമ്മുടെ റൂമിലെ ബെഡിൽ ഒരു ഞാൻ സർപ്രൈസ് അതുകൊണ്ടല്ല അല്ല എന്റെ ഫ്രണ്ട്സിന് എനിക്കൊരു സർപ്രൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സർപ്രൈസ് നിങ്ങൾക്ക് കാണണ്ടേ, അപ്പൊ നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ ആ സാധനം എടുത്ത് നമ്മുടെ റൂമിൽ ബെഡിൽ വെച്ചിട്ടുണ്ട്. ഒരു ലുലുവിന്റെ കവർ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. എന്തോ ടീഷർട്ടൊക്കെ പുതിയതിനകത്ത് ബാക്കിലൊക്കെ എന്താ നോക്കട്ടെ. ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വാ. മനുഷ്യർക്ക് ഒരു ടീഷർട്ട് ഇടാനുള്ള അത് കാണുന്നില്ല. നൗ ഓർ നെവർ ബി ഫിയർലെസ്, സ്റ്റേ പോസിറ്റീവ്. ഓ ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര അടിപൊളി, സൂപ്പർ ആണല്ലേ. ഫുൾ സൗണ്ടിലൊക്കെ ഇരുന്ന് കാർട്ടൂൺ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. അപ്പൊ എന്തായാലും ഞാൻ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാനും കണ്ടിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളും കാണുകയാണ്. ബർത്ത്ഡേയും ഞങ്ങളുടെ വിവാഹ വാർഷികമായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് കിട്ടി. അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും അതിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തന്നതും ഞങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ലുലുവിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. തന്ന് വേറൊരാൾ മേടിച്ചു തന്നതാണ്. ആളുടെ പേര് വെളിപ്പെടുത്തണ്ടെന്ന് പുള്ളി തന്നെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് അന്ന് ബർത്ത്ഡേക്ക് വന്നവർക്കും നമുക്ക് ഗിഫ്റ്റ് തന്നത് എല്ലാവർക്കും നമുക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഭയങ്കര സന്തോഷമാണ്. ഇത് പിന്നെ അന്ന് അദ്ദേഹത്തിന്റെ അതെ, ഇത് അദ്ദേഹത്തിന് അന്ന് വരാൻ പറ്റിയിട്ടില്ല. അവര് ഇവിടെ ഇല്ലായിരുന്നു, കൺട്രിക്ക് ഔട്ടില്ലായിരുന്നു. അപ്പൊ അവര് പിന്നെ ബിസിനസ് ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു, ബിസിനസിന്റെ ആവശ്യമായിട്ട് അവർ പുറത്ത് വരുന്നൊന്നും വരാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ 2 ദിവസത്തിന് മുമ്പ് വന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചോണ്ട് തന്ന അടിപൊളി ഡിന്നറൊക്കെ ഞങ്ങൾക്ക് മേടിച്ച് തരികയൊക്കെ ചെയ്ത് അങ്ങനെ അടിപൊളി ഹാപ്പി ആയിട്ടൊക്കെ പോയത്. അപ്പൊ ആ സാധനം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാ ഗിഫ്റ്റും ഭയങ്കര നമുക്ക് സന്തോഷം തരുന്നതാണ്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് ഗിഫ്റ്റ് റാപ്പിംഗ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓപ്പണിങ് നമുക്ക് നോക്കാം. അവിടെ ഇരുന്ന് നോക്കിയാലോ ഷീജ? ആ, അല്ലൂസിനെ വിളിച്ചോ? അല്ലൂസേ, നിനക്ക് കാണണ്ടേടാ ഗിഫ്റ്റ്? പൊട്ടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ പിക്ചർ കണ്ടു കേട്ടോ. കണ്ടോ, നമ്മൾ കുറെ നാളുകൊണ്ട് മേടിക്കണം എന്ന് ആഗ്രഹിച്ച സംഭവമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 2.5-3 വർഷത്തോളം ആയിട്ടുണ്ട്. 3 കൂടുതലായി. നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി, ഏകദേശം 4 വർഷത്തോളം ആയിട്ടുണ്ട് സത്യം അത്. അപ്പൊ നമ്മളാണെങ്കിൽ ഇന്ന് വരെ മേടിക്കാത്ത നമ്മുടെ ഇക്കാടെ സെൽഫ് ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മളൊരു സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് എല്ലാം എടുത്തോണ്ടിരുന്നത്. കാരണം നമ്മള് ഒരു ഫോൺ എടുക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് നമുക്കൊരു സ്റ്റാൻഡ് കിട്ടിയിരിക്കുന്നത്. ട്രൈപോഡ് സ്റ്റാൻഡ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല അവര് തന്നെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഷെവീഖുമായി നിങ്ങൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കും, അല്ല ഇങ്ങനെ സെൽഫി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പകുതിയെ കാണുന്നുള്ളൂ, ഫുള്ള് നിങ്ങൾ സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടൊക്കെ ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ഇക്കെപ്പോഴും പറയാം ശരി നമ്മളങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് സമയം കിട്ടാറില്ല, മേടിക്കാൻ പോയിട്ടും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വയർലെസ് സെൽഫി സ്റ്റിക്ക് ട്രിപ്പോഡ് വിത്ത് റിമോട്ട് ഇസ് പെർഫെക്റ്റ്ലി കമ്പാറ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സാധനം. എത്ര 2 മീറ്റർ 2.2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രൈപോഡാണ് നമുക്ക് കിട്ടിയത്. അടുത്തത് ഒരു സ്റ്റാൻഡ് ആണ് കേട്ടോ. സ്റ്റാൻഡ് വീട്ടിലേക്ക് തന്നിട്ടുണ്ട്, ഷോപ്പിലേക്ക് പാവം തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് രണ്ടാമത്തതാണ് ക്വാഡ് ബേസ് ക്യാമറ ഷട്ടർ സെൽഫി. ഇത് ചെറുത്, ലെങ്ത് കുറവുള്ളത്. 41 സെന്റിമീറ്റർ ഹൈറ്റ് മാത്രം ഉള്ളതാണ് കേട്ടോ. ഇനി എന്തോ തീർന്നിട്ടില്ല അല്ലേ? മൈക്രോഫോൺ, നമ്മുടെ മൈക്ക് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിൽ ഇറങ്ങിയ മൈക്കാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ മേടിക്കണമെന്ന് ആഗ്രഹിച്ച സാധനമാണ്. ആഗ്രഹിച്ചപ്പം തന്നെ നമുക്ക് സാധനം കിട്ടിയപ്പം ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഇക്ക. എന്തായാലും അന്ന് വരാൻ പറ്റിയില്ല, എല്ലാവരെയും കാണാനൊന്നും പറ്റില്ല. ഇപ്പം എന്തായാലും ഒരു ഫാമിലി ആയിട്ട് തന്നെ വന്ന് നമ്മുടെ അടുത്ത് മീറ്റ് ചെയ്ത് ഫുഡൊക്കെ മേടിച്ച് തന്ന് ഈ ഗിഫ്റ്റും കൊണ്ട് തന്നത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇനിയും ഗിഫ്റ്റൊക്കെ തരാനുള്ളവർ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വയർലെസ് മൈക്കാണ്, ബ്ലൂടൂത്ത് മൈക്കാണ്. നമുക്ക് ആപ്പിൾ ഐഫോണിലും ആൻഡ്രോയിഡിലും എല്ലാം നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ലൈവ് ഷോസ്, ഇൻ്റർവ്യൂസ്, ഷോർട്ട് വീഡിയോസ്, ഹോളിഡേയ്സ്, മ്യൂസിക് കൺസേൺ, സ്പോർട്സ് ഇവൻറ്റ്സിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ആ അത് സ്റ്റിക്കർ കാണും. സ്റ്റിക്കർ കാണാം, ഇവിടെ സ്റ്റിക്കർ ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് കിട്ടിയിട്ട് എത്ര ദിവസം? 2 ദിവസമായി അല്ലേ? ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. ഒരാൾ ഫ്രീ ആകുമ്പോൾ ഒരാൾ തിരക്കാം, ഒരാൾ തിരക്കാകുമ്പോൾ ഒരാൾ ഫ്രീ ആവും. അങ്ങനാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഞങ്ങളിത് പൊട്ടിച്ച് ഫസ്റ്റ് ടൈമാണ്. നിങ്ങളെ പോലെ തന്നെ നമ്മളിത് പറ്റത്തില്ല. അവനങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത്. അങ്ങനെ എടുക്കരുത്, നശിച്ചോ. ടേബിളൊക്കെ ഉണ്ട്. ചാർജ് അല്ലല്ല, ഇത് അതിൽ കണക്ട് ചെയ്യണം. ചുമ്മാ ഞെക്കണം അവിടെ. അങ്ങനല്ല, പിടിച്ചാണ് താഴോട്ടാക്കത്. ഫോണിന്റെ സൗണ്ട് കുറച്ചൊക്കെ ഇതിങ്ങനെ നമ്മുടെ ഫോൺ വെച്ചിട്ട് അത് ഏത് പൊസിഷനിലും വെക്കാൻ പറ്റും അല്ലേ? അത് എപ്പോഴാണ് പിടിച്ചാൽ മതി. പിന്നെ അത് പിന്നെ എപ്പോഴല്ല, പിന്നെ താഴോട്ടാക്കില്ല. അങ്ങനല്ല, അത് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് നമ്മള് ഫോണിനകത്ത് കുത്തിയിട്ട് അതിനകത്ത് കുത്തണം. ചാർജ് ചെയ്യാമെന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. പോർട്ടബിൾ ചാർജറാണ്. നമുക്ക് ഇങ്ങനെ തിരിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ വീഡിയോസിന് കൂടുതൽ മിഴിവേകുവാനും സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളെ കാണിക്കുവാനും നമുക്ക് കിട്ടിയൊരു സംഭവമാണിത്. അപ്പം ഇതിന്റെ ബാക്കി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ പിന്നീട് എടുക്കാം. നമ്മുടെ ഏത് ഹൈറ്റിനനുസരിച്ചിട്ടും ഇങ്ങനെ വേണമെങ്കിൽ ഇരുന്നായിട്ടാണ് ചെയ്യാൻ പറ്റും അല്ലേ? അതെ, എല്ലാം ഇങ്ങനെ. ഇനി ഞാൻ പൊളിച്ചെടുക്കണം. അതെ, അടുത്ത തവണ എടുത്തോണ്ട് പോയോ? ഏതാ ഇങ്ങനെ ഇങ്ങോട്ടോ എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും അവന് പൊട്ടിക്കണം. നിക്ക് തരാം, നോക്കട്ടെ എന്തോന്ന്. ആ കേബിളുകളെല്ലാം വേണം കേട്ടോ, ചാർജ് ചെയ്യാൻ. ബ്ലൂടൂത്ത് കണക്റ്റഡ് വേണം കേട്ടോ. സെൽഫി ആയിട്ടൊക്കെ ഇത് ഹാൻഡിൽ എളുപ്പമല്ലേ? വീണ്ടും ഫോൺ താറേ പോ. ഇത് വേറെ സാധനം, ഇവിടെ ഗ്രിപ്പുണ്ട്. അത് ഇത്തിരി പൊക്കും. 41 സെന്റിമീറ്റർ പുറത്തു പോകുമ്പോഴേ ഇത് കൊണ്ടുപോകാൻ പറ്റൂല്ലേ? ചുമ്മാ അപ്പം ചെറുതും വലുതുമായ 2 സ്റ്റാൻഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഇത് 3ാമത്തെ ഗിഫ്റ്റ് ആണ് നമ്മളിപ്പോ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ബ്ലൂടൂത്ത് മൈക്കാണ് കേട്ടോ. 2 സ്റ്റാൻഡും കൂടെ ഇങ്ങനെ സൈഡിൽ സ്റ്റിക്കർ ഉണ്ട്. ഇങ്ങനെ ഇളക്കുക, ഓപ്പൺ ചെയ്യാം. സൂപ്പർ. അപ്പൊ നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ഈ ഗിഫ്റ്റ് ഐറ്റംസ് കാണുന്നത് കേട്ടോ. നോക്ക്, ബോക്സ് ആണോ? ഗോൾഡ് ഒക്കെ മേടിക്കുന്ന മറ്റേ ബട്ടൺസ് വയ്ക്കല്ലേ? ക്ലിപ്പ് ചെയ്ത് നമ്മള് ഇങ്ങനെ കുത്തിയിട്ട് ചുമ്മാ സംസാരിച്ചാൽ മതി. പക്ഷെ അത് ഓൺ ആക്കണം തോന്നുന്നല്ലേ? ഓണാക്കണം. ഇപ്പൊ ചാർജ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. ഇപ്പൊ ചാർജ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇതും ഇതിനോടൊപ്പം തന്നെ ഒരു ചാർജറും കൂടെ വരുന്നുണ്ട്. ബോക്സ് അടിപൊളി ബോക്സ്, നല്ല ബോക്സ്. ഈ ബോക്സ് നല്ല ബോക്സ്, പക്ഷെ പാക്കിംഗ് അടിപൊളിയല്ലേ? നമ്മളെ ഫോണിൽ കുത്തണം. ഇതാണെങ്കിൽ ആപ്പിൾ ഐഫോണിൻ്റെ ആണെങ്കിൽ ഇത് കുത്തണം. അല്ലെന്നുണ്ടെങ്കിൽ പക്ഷെ മറ്റേത് എന്ത് ചെയ്യും?
ആ അത് ഇതിനകത്തുണ്ട് കേട്ടോ, മറ്റേ ആൻഡ്രോയിഡിൽ കൊടുക്കാനുള്ളത് ഇത്. ഇതാണെങ്കിൽ ആൻഡ്രോയിഡിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. കൊള്ളാം. അപ്പം ഇത് നമുക്ക് ചാർജ് ചെയ്തിടാം. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ മേടിക്കണം നിൽക്കുന്ന ആൾ ഒരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും മേടിക്കാൻ പറ്റിയതില്ല. അങ്ങനെ എന്തായാലും ഇക്ക കൊണ്ട് തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ബർത്ത്ഡേക്ക് വന്നവർക്കും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ, വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നവർക്കും ഗിഫ്റ്റ് തന്നവർക്കെല്ലാം ഒരുപാട് മനസ്സിലറിഞ്ഞ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് വരെ നമുക്ക് കുറേ ദിവസമായി, 15-ാം തീയതി കഴിഞ്ഞതാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും വിശ്വസ് അറിയിച്ചത് ഒരു വർഷം ഇതാണെന്ന് തന്നെ പറയാം. ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റയിലായാലും പിന്നെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എല്ലാം എനിക്ക് ഇഷ്ടംപോലെ കമൻസും മെസ്സേജുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേക്ക് അറിയിച്ചുകൊണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കൊക്കെ. അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്. വന്നവർക്കും വരാതെ വിശ്വാസം അറിയിച്ചവർക്കും വരാൻ പറ്റാത്തവർക്കും എല്ലാം. അന്ന് ഇവർക്ക് വരാൻ പറ്റാത്തത് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ എന്തായാലും ഇക്കായും വന്ന് എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചെറുതായാലും വലിയ ഗിഫ്റ്റുകൾ, വലിയ ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആരായാലും ഒരു മിഠായി തന്നാൽ പോലും നമുക്കത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ചാർജ് ചെയ്താ അങ്ങനെയൊക്കെ അത് ചാർജ് ചെയ്തിട്ട് അതാണ് നമ്മളുടെ ഈ ഒരു സമ്മാനം നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇതുപോലുള്ള സമ്മാനങ്ങൾ ഇനിയും തുടർച്ചയായിട്ട് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തൽക്കാലം ഈ വീഡിയോ അതിൻ്റെ പേരല്ലേ. അതെ. ഇന്നിപ്പോ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. അതെ, എന്തായാലും ഫോട്ടോയും വീഡിയോ എടുത്ത് വെച്ചത് കാര്യമായി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ആശംസ അറിയിച്ച എല്ലാവർക്കും അതെ, നമ്മുടെ പിന്നെ വിവാഹ വാർഷികത്തിന് ആശംസ അറിയിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചെറിയതായിരുന്നാലും വലുതായിരുന്നാലും സമ്മാനങ്ങൾ തരുന്നതിലുപരി നിങ്ങളുടെ പ്രസൻസും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള നമ്മളോടുള്ള നന്മയെ കരുതലും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. മനസ്സുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച, ആശീർവദിച്ച, നമുക്കൊപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്നേഹം ഇനിയും തുടർന്ന് ഉണ്ടാകണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, എന്തായാലും ചെറുതായാലും ഒരു മുട്ടായി തന്നാൽ പോലും നമുക്കൊക്കെ അത് ഭയങ്കര സന്തോഷമാണ്. അത് കണക്ക് തന്നെയാണ് നിങ്ങളൊക്കെ വന്നതിലും വരാൻ പറ്റാത്തവർക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് താങ്ക്സ് പറയാൻ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ലേറ്റായി പോയി. അപ്പൊ എന്തായാലും എല്ലാവരോടും കുറച്ച് വേറെ സമ്മാനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെടുത്തിട്ട് വീഡിയോ വേറെ ഞങ്ങൾ ഇന്നുവരെ അതെടുത്ത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീഡിയോ നിങ്ങളെ മൂന്ന് പൊട്ടിക്കുന്ന മാത്രം ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തതേ ഇല്ല. നമ്മൾ ഇതേ കണക്കുള്ള ഡീറ്റെയിൽ വീഡിയോ എടുത്ത് നിങ്ങളെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സ്നേഹവും, നിങ്ങൾ ഈ തരുന്ന സ്നേഹവും സപ്പോർട്ട് ഇനി എപ്പോഴും ഞങ്ങളുടെ ഈ ചെറിയ ഫാമിലിയോടൊപ്പം തരണം. അതേ കണക്ക് തന്നെ നമ്മുടെ ഷീജ ഷെഫിക്ക് ബോട്ടിക്കിൽ നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ഈ സന്തോഷത്തിനും ഇതിനൊക്കെ കാരണം. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതേ കണക്കാണ് ഇനി ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നാൽ മതി, ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.